നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. നാടും നഗരവും GK സ്മരണയിൽ. അന്തരിച്ച സ്പീക്കർ G കാർത്തികേയന്റെ നിര്യാണത്തിൽ പത്തനാപുരത്തും പുനലൂരും അനുശോചന യോഗം. കുളത്തൂപ്പുഴ നെടുവന്നൂർ RPL കോളനി പനിച്ചൂടിൽ വിറയ്ക്കുന്നു. 50-ലേറെ കോളനി നിവാസികൾ ആശുപത്രിയിൽ. കുളത്തൂപ്പുഴ സ്വദേശിയുടെ ഓട്ടോറിക്ഷ കത്തിച്ച നിലയിൽ. സാംനഗറിൽ സന്തോഷിന്റെ ഓട്ടോയാണ് കത്തിനശിച്ചത്. സംഭവത്തിൽ ദുരൂഹത. കരവാളൂർ വല്ലാറ്റ് റോഡിന് ശാപമോക്ഷം. ലൈവ് വാർത്ത ഇംപാക്ട്. വാർത്തകൾ വിശദമായി. നിയമസഭാ സ്പീക്കർ G കാർത്തികേയന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. പത്തനാപുരത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെയും പുനലൂരിൽ ബ്ലോക്ക് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് അനുശോചന യോഗങ്ങൾ സംഘടിപ്പിച്ചത്. പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ വെച്ച് നടന്ന അനുശോചന യോഗത്തിൽ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. KLDC ചെയർമാൻ ബെന്നി കക്കാട്, KPCC സെക്രട്ടറി G രതികുമാർ, CPM ഏരിയ സെക്രട്ടറി N ജഗദീശൻ, DCC ജനറൽ സെക്രട്ടറി CR നജീബ്, CPI മണ്ഡലം സെക്രട്ടറി M ജിയാസുദ്ദീൻ, UDF ചെയർമാൻ ബാബു മാത്യു, ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ C നായർ, മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം, ഷേഖ് പരീദ്, പള്ളിത്തോപ്പിൽ ഷിബു, വർഗീസ് കരിക്കം, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MS പ്രദീപ് കുമാർ, JL നസീർ, സാജു ഖാൻ, G രാധാമോഹൻ, നൂറുദ്ദീൻ സാഹിബ്, MA സലാം, അസീസ് പള്ളിമുക്ക്, ഏർവാടി നവാസ്, ഷാനവാസ് ഖാൻ, ഫാറൂഖ് മുഹമ്മദ് എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു പത്രം വിശേഷിപ്പിച്ചത് വായനയുടെ സഹയാത്രികൻ എന്നാണ്. ഇത്രത്തോളം വായിക്കുന്ന, ഇത്രത്തോളം ചിന്തിക്കുന്ന കോൺഗ്രസിന്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റ് നേതൃമുറയിൽ ഉണ്ടാകുന്നവർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുനലൂരിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചത്. രാജാരോഹിണി ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇടമൺ ഇസ്മയിൽ അധ്യക്ഷനായി. KPCC പ്രസിഡന്റ് ഭാരതീപുരം ശശി യോഗം ഉദ്ഘാടനം ചെയ്തു. KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അഞ്ചൽ സോമൻ, S താജുദ്ദീൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശ്യാമള ടീച്ചർ, UDF ചെയർമാൻ കരിക്കത്തിൽ പ്രസേനൻ, BJP സംസ്ഥാന സെക്രട്ടറി B രാധാമണി, ആലഞ്ചേരി ജയചന്ദ്രൻ, മുസ്ലിം ലീഗ് നേതാവ് പുനലൂർ സലീം, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവ് SM ഷെരീഫ് തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. പൊതുപ്രവർത്തനത്തിന്റെ ആ മൂല്യത വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനം വളരെ വലിയ നഷ്ടമുണ്ട്. നമുക്കറിയാം, ഇത് സൂചിപ്പിച്ചത് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന അർജുൻ. നമ്മളെല്ലാം ആരാധിക്കും. നമ്മൾ മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ ഗാന്ധിജിയുടെ പ്രവർത്തനത്തിൽ തുടങ്ങിയിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ ആകെ ആദരിക്കുന്ന മഹാത്മാഗാന്ധി എന്ന് പറയുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നിരവധി പ്രവർത്തകർ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത പുനലൂർ, പത്തനാപുരം. റബ്ബറിന്റെ വിലയിടിവ് തടയുക, ഇറക്കുമതി നിരോധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി മാർച്ച് 20-ന് സംയുക്ത കർഷക സമിതി ആഹ്വാനം ചെയ്തിരിക്കുന്ന ഹർത്താലിന് മുന്നോടിയായുള്ള തെക്കൻ മേഖലാ ജാഥയ്ക്ക് പുനലൂരിന് സ്വീകരണം നൽകി. കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് V ചാമുണ്ണിയാണ് ജാഥ നയിക്കുന്നത്. പുനലൂർ KSRTC ജംഗ്ഷനിൽ ചേർന്ന സ്വീകരണ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ EK റോസ് ചന്ദ്രൻ അധ്യക്ഷനായി. കൺവീനർ ടൈറ്റസ് സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. ജാഥ ക്യാപ്റ്റൻ കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് V ചാമുണ്ണി സ്വീകരണം ഏറ്റുവാങ്ങി. CPI മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി സഖാവ് C അജയ് പ്രസാദ്, സഖാവ് ടൈറ്റസ് സെബാസ്റ്റ്യൻ, PO യോഹന്നാൻ. ജാഥ വൈസ് ക്യാപ്റ്റനും കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ ജോർജ് മാത്യു, ജാഥ അംഗങ്ങളായ ഉഴമലക്കൽ വേണുഗോപാൽ, അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ, മാത്യു വർഗീസ്, പ്രൊഫസർ കരുണാകരൻ പിള്ള, KC ജോസ്, ജൂബി, പ്രവീൺ കുമാർ, NS പ്രസന്നകുമാർ, K ധർമ്മരാജൻ, C അജയ് പ്രസാദ്, PS ചെറിയാൻ, രാധാമണി വിജയാനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരിന് കാർഷിക രംഗം ഉൾപ്പെടെയുള്ള അടിസ്ഥാന മേഖലയിൽ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നവരോട് പ്രതിബദ്ധതയില്ലെന്നും രാജ്യത്തെ കുത്തകകളെയും ബഹുരാഷ്ട്ര കമ്പനികളെയുമാണ് സർക്കാർ സഹായിക്കുന്നതെന്നും ജാഥയുടെ സ്വീകരണം ഏറ്റുവാങ്ങി ജാഥ ക്യാപ്റ്റൻ V ചാമുണ്ണി പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് ഉൽപാദന മേഖല കൃഷിയാണ്. ഏറ്റവും അധികം ആളുകൾ തൊഴിൽ കൊടുക്കുന്ന മേഖല ഇതാണ്. ഏറ്റവും അധികം ആളുകളുടെ ജീവിതമാർഗവും കാർഷിക മേഖലയാണ്. ആ കാർഷിക മേഖലയെ ആ ഗൗരവത്തിൽ കാണുന്നില്ല, അവഗണിക്കുന്നു. അവിടെ
നിലനിൽക്കുന്ന ആളുകൾക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കുന്നു. ഈ രാജ്യത്തെ സമ്പദ് ഉൽപാദന മേഖലയായ അടിസ്ഥാന മേഖലയായ കൃഷിയെ രക്ഷിക്കണമെന്ന ഉത്തരവാദിത്വമുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ അതനുസരിച്ചുള്ള നടപടികൾ കൈക്കൊള്ളണ്ടേ? ഡിസംബർ മാസം 18-ാം തീയതി ടയർ കമ്പനി ഉടമകളുമായി ഇവർ ചർച്ച നടത്തി കൃഷിക്കാരെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചത്. അവർ തരേണ്ട കൊടുക്കേണ്ട നികുതി ഒഴിവാക്കി കൊടുത്തു. കുറുക്കനോട് കോഴിയെ രക്ഷിക്കാൻ പറയുന്നതിന് തുല്യമായ കാര്യമല്ലേ ഉണ്ടായത്? ലൈവ് വാർത്ത പുനലൂർ. സാമൂഹ്യക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ പത്തനാപുരം ഗാന്ധി ഭവനിൽ വനിതാ ദിനം ആചരിച്ചു. ജീവിതത്തിന്റെ വിവിധ തുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ഗാന്ധി ഭവനിലെ അമ്മമാരായ പാട്ടിയമ്മയും പങ്കജാക്ഷിയമ്മയും ചേർന്നാണ് വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന സമ്മേളനത്തിന് തിരിതെളിച്ചത്. പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന സാമൂഹ്യക്ഷേമ ബോർഡ് ചെയർപേഴ്സൺ ഡോക്ടർ എ കമറുനിസ അൻവർ നിർവഹിച്ചു. സാമൂഹ്യക്ഷേമ ബോർഡിന്റെ സെൻട്രൽ ഹോം കൂടിയായ പത്തനാപുരം ഗാന്ധി ഭവനിൽ വെച്ച് വനിതാ ദിനാചരണം സംഘടിപ്പിച്ചതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് കമറുനിസ അൻവർ പറഞ്ഞു. വളരെയധികം ഞങ്ങളെ ആകർഷിക്കുകയും നല്ല സേവനമാണ് ഇവിടെ നടത്തുന്നതെന്ന് തോന്നുകയും അതനുസരിച്ച് ഞങ്ങൾ റിപ്പോർട്ട് വായിക്കുകയും അത് നമ്മുടെ ബോർഡിൽ പാസ്സാക്കുകയും ചെയ്തു. പല വിമർശനങ്ങളും പല വിധത്തിലുള്ള എന്താ പറയാ പിടിവലികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഗാന്ധി ഭവനിൽ നൽകി ഞങ്ങൾ ഇവരോട് പറയുകയും ചെയ്തു, നിങ്ങൾ ഒന്നാമതായി തുടങ്ങിക്കോ, ഞങ്ങൾ നിങ്ങളുടെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങി. നന്നായി പോകുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും മുന്നോട്ട് പോകണം, നന്നായി തന്നെ നടത്തണമെന്നാണ് എനിക്ക് ഈ സംഘടനയോട് പറയാനുള്ളത്. സംസ്ഥാന സാമൂഹ്യക്ഷേമ ബോർഡ് അംഗം ഷാഹിദ കമാൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത നർത്തകിയും ഭാവകല ഡാൻസ് അക്കാദമി ഡയറക്ടറുമായ ലക്ഷ്മി ഹരിലാൽ, യുവ കവയത്രി ഷീജ ഗുരുകുലം, ജീവകാരുണ്യ പ്രവർത്തക ചിന്നമ്മ ജോൺ, ചലച്ചിത്ര താരം പാലാതങ്കം, സൂസൻ തോമസ്, ലീലാമ്മ സക്കറിയ, പ്രസന്ന സോമരാജൻ എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. സാമൂഹ്യക്ഷേമ ബോർഡ് അംഗങ്ങളായ വി കെ രാധ, എസ് ശ്രീലത, മുല്ല ബി വി, സുഹറ ഷെരീഫ്, കെ എസ് സുജ, ലളിത രവീന്ദ്രനാഥ്, വിമല കാർണവർ, ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി നായർ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീജ ഷാനവാസ്, ഫാദർ ജി കോശി, അഡ്വക്കേറ്റ് ഫാദർ ജോൺകുട്ടി, അഡ്വക്കേറ്റ് എൻ സോമരാജൻ, വിജയൻ അമ്പാടി, ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത പത്തനാപുരം. കുളത്തൂപ്പുഴ നെടുവന്നൂർ RPL കോളനിയിൽ പനി പടർന്നു പിടിക്കുന്നു. 50-ലേറെ കോളനി നിവാസികളാണ് വിവിധ ആശുപത്രികളിലായി പനിക്ക് ചികിത്സ തേടിയിരിക്കുന്നത്. കുളത്തൂപ്പുഴ നെടുവന്നൂർ കടവ് RPL 2C കോളനിയിലാണ് കഴിഞ്ഞ ഒരു മാസമായി പനി പടർന്നു പിടിക്കുന്നത്. കുഞ്ഞുകുട്ടികളും വയോജനങ്ങളും ഉൾപ്പെടെ കോളനിയിലെ 50-ലേറെ പേരാണ് പനി ബാധിച്ച് പുനലൂർ താലൂക്ക് ആശുപത്രിയിലും കുളത്തൂപ്പുഴയിലെ സർക്കാർ ആശുപത്രിയിലും മറ്റുമായി ചികിത്സ തേടിയിരിക്കുന്നത്. എന്റെ ഭർത്താവിന് വെള്ളിയാഴ്ച വൈകിട്ട് നടക്കാൻ പോലും വയ്യാതെ പൊക്കിയെടുത്തോണ്ടാ പോയത്. നമ്മള് RPL ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് കൊണ്ടൂരിൽ പറഞ്ഞു വിട്ട് അവിടെ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് മരുന്നൊക്കെ കൊടുത്തേ പിന്നെ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് യൂറിൻ ടെസ്റ്റ് എടുത്ത്. ഒരു മാസമായി കോളനിയിൽ പകർച്ചപ്പനി വ്യാപകമായിട്ടും പഞ്ചായത്ത് അധികൃതരോ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഇത് പരാതി കൊടുത്താലും മരുന്ന് ഇടില്ല, ഒന്നും ഇടില്ല. ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ് ആസ്പത്രിയിൽ പറഞ്ഞ് ഇന്ന് വന്ന് നോക്കിയതേ ഉള്ളൂ. എന്നാൽ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ ആരോഗ്യവകുപ്പ് അധികൃതർ കോളനിയിലെ ജലസ്രോതസ്സുകളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു. പനി പടർന്നു പിടിക്കുന്നതിന്റെ സ്രോതസ് കണ്ടെത്തുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കോളനിയിലെ വൃത്തിഹീനമായ പ്രദേശങ്ങളിൽ നിന്നും എത്തുന്ന ഈച്ചകളും കൊതുകുകളുമാകാം പനി പടർത്തുന്നതെന്നും സംശയമുണ്ട്. ശേഖരിച്ച ജലസാമ്പിളുകളുടെ പരിശോധനാ ഫലം പുറത്തുവന്നാൽ പ്രതിരോധ നടപടികൾ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ലൈവ് വാർത്ത കുളത്തൂപ്പുഴ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കാര്യക്ഷമമായല്ല സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ അഭിപ്രായപ്പെട്ടു. തൊഴിലുറപ്പ് പദ്ധതിയെ വഴിപാടാക്കുന്നത് മൂലം സംസ്ഥാനത്തിന്റെ ആസ്തി വികസനത്തിൽ വൻ കുറവാണ് നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ ദീർഘവീക്ഷണമില്ലായ്മയും കെടുകാര്യസ്ഥതയും വ്യാപകമാണ്. ഇത് കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ജില്ലയിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഏൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പ്രാഥമിക പഠനത്തിൽ മറ്റു സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നമ്മൾ പദ്ധതി നടപ്പാക്കുന്നത് വളരെ വികലമായാണെന്ന് കണ്ടെത്തി. വിവിധ വികസന പ്രവർത്തനങ്ങളിൽ തൊഴിലുറപ്പിന്റെ ഫണ്ട് വിനിയോഗിക്കാം. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ ശരിയായ രീതിയിൽ ഇത് വിനിയോഗിക്കുന്നില്ലെന്നും എസ് ജയമോഹൻ പറഞ്ഞു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് നമ്മുടെ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്ന രൂപത്തിൽ മാതൃകാപരമായിട്ടല്ല കേരളത്തിൽ നടപ്പിലാക്കിയത്. ഇത് റോഡുകളിലെ കാട് ചെത്തുന്ന ജോലിയിൽ മാത്രമായിട്ട് തൊഴിലുറപ്പുകാരെ ഏർപ്പെടുത്തി അതുകൊണ്ട് ഒരു കോടിക്കണക്കിന് വരുന്ന രൂപ നമ്മുടെ ഒരു ആസ്തി
വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാതിരിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. കഴിഞ്ഞ ദിവസം കളക്ടർ ഇതിന്റെ ശരിയായ നിർവഹണത്തിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിനെ തന്നെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്നെ തന്നെ അതിന്റെ ചുമതല ഏൽപ്പിക്കുന്നത് ശരിയാണ്. ഞങ്ങൾ മറ്റു സ്റ്റേറ്റുകളുടെ പരിശോധിച്ച് നോക്കിയപ്പോൾ അംഗൻവാടി കെട്ടണം തൊഴിലുറപ്പുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അതിന് വേണ്ട മെറ്റീരിയൽസ് അവരെ കൊണ്ട് വാങ്ങാം. കനാല് നന്നാക്കാം, ചെളിവാരം കനാൽ മനോഹരമാക്കി മാറ്റാം. റോഡുകൾ PWD ആയാലും NH ആയാലും അത് സൗന്ദര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് വിനിയോഗിക്കാം. ചിറകളും കുളങ്ങളും എല്ലാം നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് നമുക്ക് ഉപയോഗിക്കാം. പട്ടികജാതി കോളനിക്കാർ അധിവസിക്കുന്നിടത്ത് നടപ്പാത ഉണ്ടാക്കാം. തകർന്നു കിടക്കുന്ന കോളനി വീടുകൾ നവീകരിക്കാൻ ഈ ഫണ്ട് ഉപയോഗിക്കാം. സ്കൂളുകളുടെ സ്റ്റേഡിയങ്ങൾ മറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ഫണ്ട് നമുക്ക് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നാനാ വികസന കാര്യത്തിലും ഈ തൊഴിലുറപ്പുകാരുടെ സേവനവും ഫണ്ടും വിനിയോഗിക്കാമെന്നിരിക്കെ കൊല്ലം ജില്ല ഉൾപ്പെടെ കേരളത്തിൽ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് ശരിയായ രൂപത്തിൽ വിനിയോഗിക്കാൻ കഴിയാതിരിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ യോഗം കൂടി പ്രത്യേകിച്ച് റോഡുകൾ കനാലിൻ്റെ തന്നെ റോഡുകൾ, കനാലിനകത്ത് വന്നടിഞ്ഞിരിക്കുന്ന ചെളി, കൈവരി ഇല്ലാതിരിക്കുന്നത്, കുടിവെള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയിലെ മുഴുവൻ കിണറുകളും റീചാർജ് ചെയ്ത് മഴക്കാലത്ത് വെള്ളം സംഭരിച്ച കിണറുകൾക്കകത്തേക്ക് എത്തിച്ച് ജലക്ഷാമം പൂർണ്ണമായും പരിഹരിക്കാൻ വേണ്ടിയിട്ട് തൊഴിലുറപ്പുകാരുടെ സേവനം വിനിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കഴിഞ്ഞ ദിവസവും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു മാതൃകാ പദ്ധതിയായിട്ട് തന്നെ ജില്ലയിൽ മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലൈവ് വാർത്ത പുനലൂർ. കുളത്തൂപ്പുഴയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കത്തി നശിച്ച നിലയിൽ കണ്ടെത്തി. ഡാം നഗറിൽ സന്തോഷ് ഭവനിൽ സന്തോഷിന്റെ ഓട്ടോറിക്ഷയാണ് ദുരൂഹ സാഹചര്യത്തിൽ കത്തി നശിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഓട്ടോറിക്ഷ കത്തിയ വിവരം നാട്ടുകാരിൽ ചിലർ പോലീസിനെ അറിയിക്കുന്നത്. സ്ഥലത്തെത്തിയ പോലീസ് ഓട്ടോറിക്ഷ കത്തിച്ചതാണെന്ന് മനസ്സിലാക്കി. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് ആരെയും പ്രതി ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല. സന്തോഷിന്റെ പരാതിയെ തുടർന്ന് കൊല്ലം ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ സയന്റിഫിക് അസിസ്റ്റന്റ് ആർ ഗോപികയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. കത്തിക്കാനായി ഇന്ധനമെത്തിച്ച കന്നാസും മറ്റും കണ്ടെടുത്തു. സന്തോഷിന്റെ വീട്ടിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അധികം ദൂരത്തായാണ് ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരുന്നത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും ഫോറൻസിക് അധികൃതരിൽ നിന്നും പരിശോധനാ റിപ്പോർട്ട് വന്നതിനു ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നും കുളത്തൂപ്പുഴ CI CL സുധീർ വ്യക്തമാക്കി. കുളത്തൂപ്പുഴ SI ഇൻചാർജ് രാജൻ പിള്ളയ്ക്കാണ് അന്വേഷണ ചുമതല. ലൈവ് വാർത്ത കുളത്തൂപ്പുഴ. പത്തനാപുരം UITയിൽ ത്രിദിന ദേശീയ സെമിനാറിന് തുടക്കമായി. നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിരിക്കുന്ന ക്യാമ്പ് പ്രിൻസിപ്പൽ AS സുധാകരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. NSS പ്രോഗ്രാം ഓഫീസർ ഫെബിൻ സ്വാഗതം ആശംസിച്ചു. യുവതലമുറയിൽ വിജ്ഞാനദാനത്തിന് അവസരമൊരുക്കുകയും ഉന്നത മൂല്യങ്ങൾ പകർന്നു നൽകുകയുമാണ് സെമിനാറിലൂടെ ലക്ഷ്യമിടുന്നത്. നിരവധി പ്രമുഖരാണ് ക്യാമ്പിൽ ക്ലാസുകൾ നയിക്കുന്നത്. UITയിലെ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയേഴ്സാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ലൈവ് വാർത്ത പത്തനാപുരം. ഒടുവിൽ കരവാളൂർ വല്ലാറ്റ് റോഡിന് ശാപമോക്ഷം. റോഡിന്റെ ശൗച്യാവസ്ഥ പരിഹരിക്കുന്നതിനായി MLA ഫണ്ടിൽ നിന്നും തുക അനുവദിക്കാമെന്ന് പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു ഉറപ്പു നൽകിയതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ. ലൈവ് വാർത്ത ഇംപാക്ട്. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ വല്ലാറ്റ് ദേവീക്ഷേത്രത്തിനു സമീപത്തെ റോഡിന്റെ ശോചനീയാവസ്ഥ ലൈവ് വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാൽനട പോലും ദുസ്സഹമായ തകർന്ന റോഡിൽ ദശാബ്ദങ്ങളായി യാതൊരു അറ്റകുറ്റപ്പണികളും നടത്തിയിരുന്നില്ല. പ്രദേശവാസികൾ അനുഭവിക്കുന്ന കഷ്ടത ലൈവ് വാർത്തയിലൂടെ ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹന്റെ ഇടപെടലിനെ തുടർന്നാണ് റോഡിന് ശാപമോക്ഷമാകുന്നത്. ഇദ്ദേഹം ഇക്കാര്യം MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. MLA ഫണ്ട് അനുവദിക്കാമെന്ന് ഉറപ്പു നൽകിയതായും ജയമോഹൻ പറയുന്നു. റോഡിന് പലരും ഫണ്ട് തരും എന്ന് പറഞ്ഞു വല്ലാറ്റിലേക്ക് പോകണം. പാലമാകുമ്പോൾ ആ റോഡ് ശോചനീയമായ നിലയിൽ കിടക്കുകയാണെന്ന് പറഞ്ഞു. MLA മറ്റും ഫണ്ട് നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അവർ പറഞ്ഞു. MLA ഫണ്ട് അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫണ്ട് അനുവദിക്കുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ റോഡ് നിർമ്മിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുമെന്നും ജയമോഹൻ കൂട്ടിച്ചേർത്തു. ഏതെങ്കിലും നിലയിൽ MLA ഫണ്ട് ലഭ്യമാകാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇടപെടലിൽ വേണ്ടി വന്നാൽ അവിടെ ഇടപെടിയും അതിനും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നീക്കും. ലൈവ് വാർത്ത പുനലൂർ. ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുനലൂർ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് ഡോക്ടർ ഹിമേന്ദ്രനാഥ് IPS ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. medical facilities, and also healthcare to all the people, police,
is not just a force, but is also a service department. So we are just trying to pursue that service attitude through Janamaitri, helping the senior citizens and also conduct on this medical camp. കൊല്ലം ജില്ലാ റൂറൽ പോലീസിന്റെയും കുളത്തൂപ്പുഴ ജനമൈത്രി പോലീസിന്റെയും ആഭിമുഖ്യത്തിൽ കുളത്തൂപ്പുഴ ചെറുകര ഗവൺമെന്റ് LP സ്കൂളിലാണ് മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്നു വിതരണവും സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കുളത്തൂപ്പുഴ CI CL സുധീർ അധ്യക്ഷനായി. SI ഇൻചാർജ് രാജൻപിള്ള സ്വാഗതം പറഞ്ഞു. ASI സുബൈർ, ഊരുമൂപ്പൻ അപ്പുക്കുട്ടൻ കാണി എന്നിവർ സംസാരിച്ചു. ENT, പീഡിയാട്രിക്, ഓർത്തോ, ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലായി 5 വിദഗ്ധ ഡോക്ടർമാരുൾപ്പെടെയുള്ള മെഗാ മെഡിക്കൽ ക്യാമ്പാണ് സംഘടിപ്പിച്ചത്. ഡോക്ടർമാരായ പ്രമോദ്, ലീന, സുനിൽ ലത്തീഫ്, രാകേഷ്, അമ്മു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ. ചിതറ മുതലയിൽ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം ആഘോഷിച്ചു. ചിതറ കൃഷിഭവൻ പരിധിയിലുള്ള 5 ഏക്കർ സ്ഥലത്ത് വിതച്ച നെല്ലാണ് കൊയ്തെടുത്തത്. കർഷകരും പൊതുപ്രവർത്തകരുമായ ഷമീം കാരച്ചിറ, ഹുമയൂൺ കബീർ എന്നിവർ ചേർന്ന് കൃഷിയിറക്കിയ വയലിലാണ് കൊയ്ത്തുത്സവം നടത്തിയത്. തരിശായി കിടക്കുന്ന വയലുകളിൽ നെൽകൃഷി നടത്തുന്നതിന് കൃഷിവകുപ്പും പഞ്ചായത്തും നടപ്പാക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇവിടെ നെൽകൃഷി ആരംഭിച്ചത്. മുതയിൽ പാടശേഖരത്തിൽ തന്നെ 40 ഹെക്ടറോളം നെൽകൃഷിയാണ് മുൻപ് ഉണ്ടായിരുന്നത്. എന്നാൽ കാലക്രമേണ 5 ഏക്കറോളം സ്ഥലം മാത്രമായി മാറുകയായിരുന്നു. അവശേഷിച്ച ഈ സ്ഥലത്ത് വിത്തെറിഞ്ഞ നെല്ലാണ് ഉത്സവാന്തരീക്ഷത്തിൽ കൊയ്തെടുത്തത്. മറ്റു കർഷകർക്ക് മാതൃകയാവും വിധമാണ് ഈ പൊതുപ്രവർത്തക കർഷകരുടെ നെൽകൃഷി. തരിശുനിലങ്ങളിൽ വീണ്ടും നെൽകൃഷി നടത്താൻ കർഷകർ തയ്യാറാകണമെന്നും കൃഷി ഓഫീസറും കർഷകനുമായ ഷമീം പറഞ്ഞു. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ സമിതിയുടെ കീഴിൽ നെൽകൃഷി വളരെ കുറവായിരുന്നു. നമ്മുടെ ഇത് തന്നെ ഏകദേശം 5 ഏക്കറോളം വരുന്ന ഈ നിലം കഴിഞ്ഞ 8 വർഷക്കാലമായി നെൽകൃഷിയില്ലാതെ കിടന്നിരുന്ന തരിശു നിലങ്ങളാണ്. ഇപ്പോൾ അത് കൃഷി ചെയ്യാൻ അവസരമുണ്ടായപ്പോൾ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ഞങ്ങളിത് കൃഷി ചെയ്യണം എന്ന് അറിയിച്ചപ്പോൾ തന്നെ അവർ നമുക്ക് വേണ്ടുന്ന എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകി. ഈ കൃഷിയിൽ നമുക്ക് ഇതിന്റെ നിലം ഒരുക്കുന്ന സമയം മുതൽ ഇതിന്റെ വിളവെടുക്കുന്ന സമയം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വ്യക്തമായ നിർദ്ദേശങ്ങൾ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ, വിശിഷ്യ ഓഫീസർ ഭാസ്കരൻ സാറും മോഹൻ സാറും നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നമ്മളിത് ചെയ്തത്. കൃഷി ഓഫീസർ L ഭാസ്കരൻ പിള്ള, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മോഹനചന്ദ്രൻ നായർ, ആശ എന്നിവരും കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളായി. ലൈവ് വാർത്ത, കടയ്ക്കൽ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടും നഗരവും GK സ്മരണയിൽ. അന്തരിച്ച സ്പീക്കർ G കാർത്തികേയന്റെ നിര്യാണത്തിൽ പത്തനാപുരത്തും പുനലൂരും അനുശോചന യോഗം. കുളത്തൂപ്പുഴ നെടുവന്നൂർ RPL കോളനി പനിച്ചൂടിൽ വിറയ്ക്കുന്നു. 50-ലേറെ കോളനി നിവാസികൾ ആശുപത്രിയിൽ. കുളത്തൂപ്പുഴ സ്വദേശിയുടെ ഓട്ടോറിക്ഷ കത്തിച്ച നിലയിൽ. സാംനഗറിൽ സന്തോഷിന്റെ ഓട്ടോയാണ് കത്തി നശിച്ചത്. സംഭവത്തിൽ ദുരൂഹത. കരവാളൂർ വല്ലാറ്റ് റോഡിന് ശാപമോക്ഷം. ലൈവ് വാർത്ത, ഇമ്പാക്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.